നമുക്കെന്തിനാണ് അള്ളാഹു ഭാര്യയെ ഭർത്താവിനെ തന്നത്? ആ ഇണയെ കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടാനാണ്, ആഖിറം വെളിച്ചാക്കാനാണ്. ഒരൊറ്റ അന്യവണ്ണിനെ നോക്കരുത്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ അഹ്റസ സുലുസൈ ദീനി. വിവാഹം കഴിക്കലോടുകൂടി നിന്റെ 70% നന്നാവുന്നുണ്ട്. നിനക്ക് നിന്റെ വികാരം വീട്ടാനൊക്കെ ഒരു പെണ്ണിനെ അല്ലാഹു തന്നിട്ടുണ്ട്. ഫല്ലത്തഖില്ലാഹ ഫീ സുലുസിൽ ബാക്കി. എന്നാലും മോഹങ്ങളൊക്കെ ഉണ്ടാകും, അത് നീ തന്നെ പിടിച്ചു നിർത്തണം. അപ്പൊ ഒരു ഭർത്താവിനെ തന്നതിന്റെ താല്പര്യം, ഭാര്യയെ കിട്ടിയതിന്റെ താല്പര്യം സ്വർഗം മനോഹരാക്കുക, ആഖിറം വെളിച്ചാക്കുക എന്നുള്ളതാണ്. ഇനി മക്കൾ എന്തിനാ തരുന്നത്? മക്കൾ എന്തിനാണ് അല്ലാഹു നമുക്ക് തരുന്നത്? നമ്മുടെ മുന്നേ മക്കൾ വളരെ ചെറിയ പ്രായത്തിലാണ് മരിച്ചതെങ്കിൽ ഫറത്തല്ലി അബവൈഹി, സ്വർഗത്തിന്റെ ഡോറിന്റെ മുന്നിൽ വെയിറ്റിംഗ് ആയി നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ പറ്റുന്ന കുട്ടികളാവാൻ. ഇനി അല്ല, നമ്മളൊക്കെ മരിച്ചിട്ട് ഒരുപാട് കാലം അവർ ജീവിച്ച് പിന്നെയാണ് അവർ മരിക്കുന്നതെങ്കിലോ വലതും സ്വാലിഹു യദ്ഉ ലഹു, നമ്മുടെ ഖബർ എന്ന മണ്ണറ മണിയറയാക്കി തരാൻ വേണ്ടിയിട്ട്. ഇതാ ലക്ഷ്യം. അല്ലാഹു എന്തിനാ പണം തന്നത്? പണം തന്നത് വബ്തഗി ഫീമാ ആതകല്ലാഹു ദാറൽ ആഖിറ, പണം കൊണ്ട് സ്വർഗം വാങ്ങാനാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വാങ്ങി, ഉസ്മാൻ തങ്ങൾ സ്വന്തമാക്കി. കാറൂന് കിട്ടിയില്ല, പണമുണ്ടെങ്കിലും. കണ്ടോ? നമുക്ക് എന്തിനാണ് അല്ലാഹു ഒരു പോസ്റ്റ് തരുന്നത്, ഒരു സ്ഥാനം തരുന്നത്? എന്തിനാണ് സ്ഥാനം തരുന്നത്? സ്ഥാനം തരുന്നതിന്റെ താല്പര്യം ആ സ്ഥാനം വളരെ നീതിപൂർവം കൈകാര്യം ചെയ്തുകൊണ്ട് അണികൾക്ക് ഇടയിൽ അനീതി കാണിക്കാതെ ഇമാമുൻ ആദിൽ, ആഖിറം വെളിച്ചാക്കാനാണ്. അങ്ങനെ ആഖിറം വെളിച്ചാക്കിയ ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതേ സമയത്ത് അധികാരം കിട്ടിയ ഫിറഔനിന്, അധികാരം ലഭിച്ച ഹാമാന്, അധികാരം ലഭിച്ച നമ്രൂദിന് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റിയില്ല. ചുരുക്കത്തിൽ ആമുഖം അവസാനിപ്പിക്കുകയാണ്. അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗം വാങ്ങുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന താല്പര്യം. സമയം കൊണ്ട് സ്വർഗം വാങ്ങുന്നവർ വളരെ കുറവാണ്. ലാസ്റ്റ് സീൻ ടുഡേ 1:35 വാട്സപ്പ് ആവുന്ന കാലത്ത് സമയം കൊണ്ട് സ്വർഗം വാങ്ങുന്നവർ വളരെ വളരെ കുറവായിരിക്കും. പക്ഷെ സമയം കൊണ്ട് എന്താ ചെയ്യേണ്ടത്? ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് സമയങ്ങളാണ്. അതിനെ മുഴുവനും ഇബാദത്താക്കി മാറ്റാനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കണം. അങ്ങനെ വാങ്ങിയ ആളാണ്, സമയം കൊണ്ട് സ്വർഗം വാങ്ങുന്ന മഹാന്മാരാണ് നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞ ഇമാം നവവി റഹിമഹുല്ലയെ പോലെ, സക്കരിയ അൻസാരി റഹിമഹുല്ലയെ പോലെ ഉള്ള മഹാന്മാർ. യഥാർത്ഥത്തിൽ റമദാൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു മജ്‌ലിസ് നമ്മൾ ഇവിടെ ഉള്ളത്. ഷൊർണൂർ ജംഗ്ഷനിൽ 8ാമത്തെ പ്ലാറ്റ്ഫോമിൽ പൊടി പിടിച്ചു നിൽക്കുന്ന ഒരു ബോഗി ഉണ്ട്, ട്രെയിനിന്റെ ബോഗി. ഉദാഹരണം, ആ ബോഗി തുരുമ്പിക്കുന്നുണ്ട്, പൊടി പിടിച്ചിട്ടുണ്ട്. അലർജി ഉള്ളവർ പ്രത്യേകിച്ചും, അല്ലാത്തവർ പൊതുവായും അതിന്റെ പരിസരത്തൂടെ പോയാൽ തുമ്മും എന്ന കാര്യം ഷുവറാ. പൊടി ശ്വസിച്ചിട്ട് ചുറ്റുവട്ടത്ത് പുല്ലുകളൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ബോഗിന് ഇപ്പൊ ആർക്കും വേണ്ട. പക്ഷെ ഒരു കാലത്ത് രാജവീതിയിലൂടെ രാജറാണിയുടെയോ രാജധാനിയുടെയോ ഒക്കെ ബോഗിയായി പറന്ന ട്രെയിനിന്റെ ബോഗിയാണ്. അതിൽ ടിക്കറ്റ് കിട്ടാൻ തത്കാലിലും സൂപ്പർ തത്കാലിലും 1200 2000 ഒക്കെ കൊടുത്തിട്ട് മനുഷ്യന്മാർ ഓടിക്കേറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിനെ ആർക്കും വേണ്ട. എന്താ കാരണം എന്നറിയോ? ആ ബോഗിയുടെ ഒരു കണക്ഷൻ വിട്ടിട്ടുണ്ട്. അതാ പ്രശ്നം. എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ പോയിരുന്നു.
പെരുന്നാളിന്റെ നിലാവ് കാണലോടുകൂടി നമ്മുടെ എൻജിൻ റമദാൻ പോയിട്ടുണ്ട്. അതുമായിട്ടുള്ള ഒരു ചെറിയ കണക്ഷൻ നമുക്കില്ലെങ്കിൽ ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തൗ കമാ യസ്തഉൽ ഹദീദ്, ഇരുമ്പ് തുരുമ്പിക്കണ പോലെ നമ്മുടെ കൽബങ്ങ് തുരുമ്പിച്ചു. ഒരു റമദാനിയത്ത് നമുക്കുണ്ടാവണം. എന്താണ് ഈ റമദാനിയത്ത് എന്ന് പറഞ്ഞാൽ? തറാവീഹ് മാത്രമേ റമദാൻ കഴിയലോടുകൂടി തീരുന്നുള്ളൂ. പള്ളി പൂട്ടുന്നില്ല, ഖുർആൻ ഉയർത്തപ്പെട്ടിട്ടില്ല, ജമാഅത്തും വിത്റും മറ്റു സുന്നത്ത് നിസ്കാരങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാനിയത്ത് കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏതെങ്കിലും ഒരു അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം വാങ്ങാൻ കഴിയണം. ഏതെങ്കിലും ഒന്ന്. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായി ഉണ്ടാവേണ്ടത്. ദുനിയാവ് എന്ന് പറയുന്നത് അതിനൊരു വിലയും അള്ളാഹു കൽപ്പിക്കുന്നില്ല. ദുനിയാവിന് വല്ല വിലയും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഇല്ല എന്ന് പറയുന്നവർക്ക് ദുനിയാവ് കൊടുക്കോ? ഇല്ലല്ലോ. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ദുനിയാവിനില്ല. അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സാധനം അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഉണ്ടെങ്കിൽ അല്ല നോക്കാത്ത ഒരു സാധനമാണ് ദുനിയാവ്. ആ ദുനിയാവിനോടുള്ള പ്രേമം കൂടുന്നതിനനുസരിച്ച് ആഖിറത്തോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതാവും. ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ദുനിയാവ് കിട്ടാനേ നമ്മൾ പൊരുതാനും ആഗ്രഹിക്കാനും അധ്വാനിക്കാനൊക്കെ പറ്റുള്ളൂ. മരിക്കാൻ പേടിയായിട്ട് ദീർഘായുസിന് ദ്വാരക്കരുത്. ആഖിറത്തിൽ ഉപകാരം കിട്ടുന്ന ദീർഘായുസ് തരണേ എന്നാ ദ്വാ ചെയ്യേണ്ടത്. അധികാളും ദീർഘായുസിന് ദ്വാ ചെയ്യല് മരിക്കാൻ പേടിയായിട്ടാണ്. അപ്പൊ ഈ ദീർഘായുസ് കിട്ടിയാലും മരിക്കൂല്ലോ ഒരു ദിവസം. പിന്നെ അയാൾ ഇത്രയും കാലം ദ്വാരത്തിന് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ദീർഘായുസ് കിട്ടണേ എന്ന് ദ്വാ ചെയ്യാം. ദീർഘായുസ് ലഭിക്കുന്നത് ഒരു മനുഷ്യന് 3 വിധത്തിലാണ്. ഒന്ന്, ദീർഘകാലം ജീവിച്ചു, അത്രയും കാലം ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടി. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ കുറേ കാലം ജീവിച്ചു, അത്രയും കാലം കുറേ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും ലഭിച്ചു. താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറ നമുക്ക് ഒരു ഉദാഹരണമായി പറയാം. രണ്ടാമത്തെ ഒരു വിഭാഗം കുറേ കാലമൊന്നും ജീവിച്ചില്ല, എന്നാലും തിരക്കേടില്ലാത്ത ഒരു പ്രായം ഉണ്ട്. പക്ഷേ ആ കുറഞ്ഞ കാലം കൊണ്ട് കുറേ കാലത്തെ പണി അവരെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം നവവി റഹിമഹുല്ലാ ആകെ ഈ ദുനിയാവിൽ ജീവിച്ചത് 45 കൊല്ലം. 19ാമത്തെ വയസ്സിലെ ഇൽമിന്റെ മേഖലയിൽ സജീവായിട്ട് ഇറങ്ങുന്നത്. പക്ഷെ ഖിയാമത്ത് നാൾ വരെ നവവി ഇമാമിനെ മാറ്റിവെച്ചിട്ട് ഒരു ഷാഫി മദ്ഹബുകാരനും, ഷാഫി മദ്ഹബുകാർക്ക് പ്രത്യേകിച്ചും മറ്റു മദ്ഹബുകാരായാൽ പോലും ഫിഖ്ഹിനെ പഠിച്ചു പൂർത്തിയാക്കാൻ കഴിയില്ല. അത്രയും മുവഫഖായ തൗഫീഖ് ലഭിച്ച ആളാണ് ഇമാമുന നവവി റഹിമഹുല്ലാഹ്. നമ്മൾ അതാ ആഗ്രഹിക്കേണ്ടത്. ജീവിക്കുന്നത് കുറച്ചാണെങ്കിലും അത് കുറേ കാലത്തെ ഇബാദത്ത് കുറഞ്ഞ കാലം കൊണ്ട് ചെയ്തു വെക്കണം. മൂന്നാമത്തെ ഒരു ദീർഘായുസിന്റെ രീതിയുണ്ട്. അതേതാ? ദീർഘകാലം ഒന്നും ദുനിയാവിൽ അവര് ജീവിച്ചിട്ടില്ലെങ്കിലും അവരെ ഖബറ് പൊന്നാക്കാൻ, അവരുടെ ഖബറ് മണിയറയാക്കാൻ ഒരു തലമുറയെ മക്കളെ ബാക്കി വെച്ചിട്ടാണ് അവർ പോയത്. സംഘടനാ പ്രവർത്തനത്തിലൂടെയും മഹല്ലിന്റെ സേവന സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ലഭിക്കുന്ന ഒരു ഗുണാണത്. മൻ ആശ ബഅദൽ മൗത്ത്, അവരെ കുറിച്ച് അങ്ങനെ പറയും, അവര് മരിച്ചാലും ജീവിക്കുന്നു. ഉദാഹരണത്തിന് പള്ളിയുടെ
വർക്ക് നടക്കുന്നു, പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുന്നു. അപ്പൊ ഒരാൾ ആ പള്ളിക്ക് വേണ്ടി ഒരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തു. അയാൾ കുറച്ചു കാലം കഴിഞ്ഞിട്ട് മരിച്ചു. ആ പള്ളിയിൽ എത്ര കാലം ഇബാദത്തുകൾ, ഖുർആൻ പാരായണം, ദർസ്, നിസ്കാരം, ഹദ്ദാദ് ഇതൊക്കെ നടക്കുന്നുണ്ടോ? അതിൻ്റെ ഒക്കെ ആയിരക്കണക്കിന് പ്രതിഫലം ഇയാൾ ഇപ്പോൾ ലൈവായിട്ട് ജീവിക്കണ പോലെ കിട്ടിക്കൊണ്ടിരിക്കും. സഖാവി ഇമാമിന് ഒരു കിതാബുണ്ട്, അൽ ഖൗലുൻ നാഫിഅ. ഈ കിതാബിന്റെ പ്ലോട്ട് എന്താണെന്നറിയോ? വിഷയം എന്താണെന്നറിയോ? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് എന്ന ആയത്തിന് 18 വിശദീകരണങ്ങളുമായിട്ടാണ് ആ ഗ്രന്ഥം ഉണ്ടാക്കിയത്. അതിലൊരു ചർച്ചയുണ്ട്. പള്ളി എടുക്കുന്ന ആളുടെ കൂലി തന്നെ സ്വർഗത്തിൽ വീട് ലഭിക്കുമെന്ന ഓഫർ പള്ളി പുനർനിർമ്മാണ കാലത്ത് സഹായിച്ചവർക്ക് ലഭിക്കുമോ? ചർച്ച. ഇവിടെ കാന്തപുരത്ത് പള്ളി പുനർനിർമ്മാണം നടക്കുന്നോണ്ടല്ല ഈ കിതാബിൽ ചർച്ച 600 കൊല്ലം മുമ്പ് നടത്തിയത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മഹാൻ ലോകത്തിന് ഉപകാരത്തിന് വേണ്ടി നടത്തിയ ചർച്ചയാണ്. അതിന് മഹാൻ നൽകുന്ന മറുപടി തീർച്ചയായിട്ടും ലഭിക്കും. എന്താ ലഭിക്കാതെ? എങ്ങനെ ലഭിക്കാതിരിക്കുക? അള്ളാഹു നമുക്ക് ഖൈറാത്തുകൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.